അസ്സലാമലൈക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം എവിടെയാണെന്നറിയാമോ? അത് പുറത്തുള്ള ശത്രുക്കളോടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ പോരാട്ടത്തിൽ വിജയിക്കാനുള്ള വഴികാട്ടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തസ്കിയത്തുൻ നഫ്സ് അഥവാ ആത്മസംസ്കരണം. നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്ന ആ ഒരു ആന്തരിക യാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ യാത്രയുടെ റൂൾ ബുക്ക് വളരെ സിമ്പിളാണ്. അല്ലാഹു ഖുറാനിലൂടെ അത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞു തരുന്നു. ആത്മാവിനെ ക്ലീനാക്കിയവൻ വിജയിച്ചു, അതിനെ മലിനമാക്കിയവൻ തോറ്റുപോയി. പക്ഷേ നിയമങ്ങൾ ഇത്ര സിമ്പിളാണെന്ന് കരുതി ഈ യാത്ര അത്ര എളുപ്പമാണോ? അല്ലേയല്ല. അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്? വിജയം, പരാജയം എന്നൊക്കെ പറയുന്നു. ഇതിന് ഇസ്ലാം ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനായിരിക്കും? നമുക്ക് അതിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ആത്മസംസ്കരണം എന്ന് പറയുന്നത് വെറുമൊരു ഗുഡ് ഹാബിറ്റ് അല്ല കേട്ടോ. ഇത് പ്രവാചക ദൗത്യത്തിന്റെ അതിന്റെ ആണിക്കല്ലായിരുന്നു. ഖുർആൻ തന്നെ പറയുകയാണ്, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ആളുകളെ സംസ്കരിക്കുക എന്നതായിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതൊരു യാത്രയ്ക്ക് പോകുമ്പോഴും നമ്മൾ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാറില്ലേ? അതുപോലെ ഈ ആത്മീയ യാത്രയിലും നമുക്ക് കുറച്ച് ടൂൾസ് വേണം. നമ്മുടെ ബാഗിൽ കരുതേണ്ട ചില അവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണവ എന്ന് നോക്കിയാലോ? നമ്മുടെ യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തൗബയാണ്. എന്താണ് തൗബ? സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ ചെയ്ത തെറ്റുകളോർത്ത് ആത്മാർത്ഥമായി വിഷമിച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലുക. ഇതൊരു ഗേറ്റ് പോലെയാണ്. ഈ ഗേറ്റ് തുറക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ആയത്തിലൊരു ഭയങ്കര രസമുള്ള കാര്യം ശ്രദ്ധിച്ചോ? അല്ലാഹുവിടെ ഹേ പാപികളെ എന്നല്ല വിളിക്കുന്നത്, മറിച്ച് ഹേ വിശ്വാസികളെ എന്നാണ്. അതായത് തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ്, പക്ഷെ വിജയിക്കണമെങ്കിൽ തിരിച്ചു വരണം. ഇത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഇൻവിറ്റേഷനാണ്. നമ്മൾ ടൂൾ കിറ്റിലെ അടുത്തതും ഒരുപക്ഷെ ഏറ്റവും പവർഫുള്ളുമായ ഉപകരണം നമസ്കാരമാണ്. ഇത് വെറുതെ കുമ്പിടുകയും നിവറുകയുമല്ല, അല്ലേ? ഇത് അല്ലാഹുവുമായിട്ടുള്ള നമ്മുടെ ഒരു പേഴ്സണൽ മീറ്റിംഗ് ആണ്. ഓരോ നമസ്കാരവും നമ്മുടെ ആത്മാവിനെ ക്ലീൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നമസ്കാരം ഒരു ഷീൽഡ് പോലെയാണെന്ന് പറയാം. ഖുർആൻ പറയുന്നത് കേട്ടില്ലേ? അത് നമ്മളെ മോശം കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുമെന്ന്. നമ്മുടെ ആത്മാവിനെ മലിനമാക്കാൻ വരുന്ന അമ്പുകളെ തടഞ്ഞു നിർത്തുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. നമസ്കാരം എങ്ങനെയാണ് നമ്മളെ ക്ലീൻ ചെയ്യുന്നതെന്ന് ബോധപ്പെടുത്താൻ വേണ്ടി പ്രവാചകൻ സ്വളല്ല ഒരു അടിപൊളി ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടെ നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു പുഴ ഒഴുകുന്നു. ദിവസവും 5 നേരം നിങ്ങൾ അതിലിറങ്ങി കുളിച്ചാൽ നിങ്ങളുടെ ദേഹത്ത് വല്ല അഴുക്കും ബാക്കിയുണ്ടാവുമോ? ഇല്ല, അല്ലേ? സ്വഹാബികളും അതുതന്നെ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതുപോലെയാണ് 5 നേരത്തെ നമസ്കാരം. അല്ലാഹു അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നു. എന്തൊരു മനോഹരമായ ഉപമയാണല്ലേ? ഇനി വേറെ 3 ഇന്റേണൽ ടൂൾസ് കൂടി നോക്കാം. ഒന്ന്, ഖുർആൻ പാരായണം. നമ്മുടെ ഹൃദയം ചിലപ്പോൾ കല്ലുപോലെയാവും. അതിനെ സോഫ്റ്റാക്കാൻ ഖുർആൻ സഹായിക്കും. 2, ദിക്ർ. അല്ലാഹുവിനെ ഓർക്കുക. ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ സമാധാനം കിട്ടാൻ ഇതിലും നല്ലൊരു മരുന്നില്ല. മൂന്നാമത്തേതാണ് ഏറ്റവും വലിയ ചാലഞ്ച്, ജിഹാദ് നഫ്സ്. അതായത് നമ്മുടെ ഉള്ളിലെ തെറ്റായ ആഗ്രഹങ്ങളോടുള്ള നമ്മുടെ സ്വന്തം പോരാട്ടം. നമ്മൾ ഇതുവരെ സംസാരിച്ചത് കൂടുതലും നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ പുറമേയുള്ള കാര്യങ്ങളും പ്രധാനമാണ്. നല്ല സ്വഭാവം, നമ്മുടെ ക്യാരക്ടർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൂടെയുള്ളവർ, നല്ല ഫ്രണ്ട്സ് നമ്മളെ നന്മയിലേക്ക് നയിക്കും. സദഖ കൊടുക്കുന്നത് നമ്മുടെ സമ്പത്തിനെ മാത്രമല്ല, മനസ്സിനെയും ശുദ്ധീകരിക്കും. പിന്നെ നോമ്പ്, അത് ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ കൺട്രോൾ തരുന്ന ഒന്നാണ്. ഓക്കെ, നമ്മൾ ടൂൾസൊക്കെ പാക്ക് ചെയ്തു. പക്ഷേ ഏത് യാത്രയിലും ഗ്രോഡ് ബ്ലോക്കുകൾ ഉണ്ടാകുമല്ലോ. ഈ യാത്രയിലും ചില അപകടങ്ങളുണ്ട്. നമ്മുടെ ആത്മാവിനെ മെല്ലെ മെല്ലെ നശിപ്പിക്കുന്ന ചില അസുഖങ്ങൾ. അവയെപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ പണിയാകും. ഇവിടെ നോക്കൂ, 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ വിനയവും നന്ദിയും ക്ഷമയുമൊക്കെയുള്ള ശുദ്ധമായൊരു ഹൃദയം, അല്ലെങ്കിൽ അഹങ്കാരവും അസൂയയും ദേഷ്യവും നിറഞ്ഞ് മലിനമായൊരു ഹൃദയം. ഇവ തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഒന്ന് നമ്മളെ വിജയത്തിലേക്കും മറ്റേത് നേരെ പരാജയത്തിലേക്കും കൊണ്ടുപോകും. ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ശരിക്കും പേടിപ്പെടുത്തുന്ന ഒന്നാണ്. പ്രവാചകൻ പറയാണ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. കാരണം തീ എങ്ങനെയാണോ വിറകിനെ കത്തിച്ച് ചാരമാക്കുന്നത്, അതുപോലെ അസൂയ നമ്മുടെ നല്ല കാര്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി കളയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം വെറുതെയായി പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് റോഡ് ബ്ലോക്കുകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ യാത്രയുടെ എൻഡ് റിസൾട്ട് എന്താണ്? നമുക്ക് ആ റിവാർഡ്സിനെ പറ്റി സംസാരിക്കാം. ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ പ്രതിഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടിത്തുടങ്ങും. ആദ്യം കിട്ടുന്നത് എന്താണെന്നോ? പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്ത ഒന്നാണ് മനസ്സമാധാനം.
അതിലും വലുതായി അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ നേടിയെടുക്കുന്നു. അവസാനമോ നമ്മുടെയെല്ലാം അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ സ്വർഗം. നേരത്തെ നമ്മൾ ദിക്റിനെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരു ടൂളായിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഖുർആൻ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അറിയുക, അള്ളാഹുവിനെ ഓർത്താൽ മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളും നമുക്ക് കിട്ടുന്ന റിവാർഡും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്താണ് ഈ യാത്രയുടെ ഗോള്? ഒന്നേയുള്ളൂ, നമ്മുടെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്നും മറ്റു തിന്മകളിൽ നിന്നും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആരാണോ അതിൽ വിജയിക്കുന്നത്, ഖുർആൻ പറയുന്നതനുസരിച്ച് അവരാണ് യഥാർത്ഥ വിജയികൾ, അൽ മുഫ്ലിഹൂൻ. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ആത്മസംസ്കരണമെന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ഓട്ടമത്സരമല്ല. ഇതൊരു മാരത്തോണാണ്. ജീവിതകാലം മുഴുവൻ ഓടേണ്ട ഒരു ഓട്ടം. ഈ മാരത്തോണിൽ ഓടുമ്പോൾ ചിലപ്പോൾ നമ്മൾ തളർന്നു പോയെന്ന് വരും. പക്ഷേ അപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു വാഗ്ദാനം ഖുർആനിലുണ്ട്. അല്ലാഹു പറയാണ്, ആരാണോ എന്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്നത് അവരെ ഞാൻ എന്റെ വഴിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതായത് നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമം വെറുതെ ആവില്ല. അല്ലാഹു നമ്മളെ കൈവിടില്ല. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അവസാനം സഹായം ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചത്: അല്ലാഹുവേ, എന്റെ ആത്മാവിന് നീ നന്മ നൽകണമേ, അതിനെ ശുദ്ധീകരിക്കണമേ. കാരണം ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും മികച്ചവൻ നീയാണ്. നമ്മുടെ പരിശ്രമത്തോടൊപ്പം അവന്റെ സഹായവും കൂടി ഉണ്ടെങ്കിലേ ഈ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കൂ. അപ്പോൾ അവസാനത്തെ ചോദ്യം നേരിട്ട് നിങ്ങളോടാണ്. നിങ്ങളുടെ ഈ യാത്ര അതെവിടെ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്? ചിലപ്പോൾ ആത്മാർത്ഥമായ ഒരു തൗബയിൽ നിന്നാകാം, അല്ലെങ്കിൽ നാളെ മുതൽ നമസ്കാരം കൃത്യമാക്കുമെന്ന തീരുമാനത്തിൽ നിന്നാകാം, അതുമല്ലെങ്കിൽ കാലങ്ങളായി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ദുശ്ശീലം ഒഴിവാക്കിക്കൊണ്ടാവാം. എവിടെ നിന്നായാലും ആ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളാണ്. ആ യാത്ര ഇന്ന് തന്നെ തുടങ്ങുക.